ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിനെയും കമലേനെയും മഹാദേവനും ശേഖരനും രാധാമണി തങ്കച്ചി നിൽക്കണം. അപ്പോൾ തന്നെ കമലയും കൂട്ടിക്കൊണ്ട് ഗൗരി ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. അച്ഛൻ ഒരു പേരക്കുട്ടി ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, പക്ഷേ അതിന് ഇതാണോ വഴി? പിന്നെ വേറെ എന്തുട്ടാ വഴിയെന്ന് നീയൊന്ന് പറഞ്ഞേ എന്ന് ശേഖരൻ ഇങ്ങനെ പറയാണ്. അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലേ? അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അല്ല, എന്ത് കഷ്ടപ്പെട്ടത്? ശേഖരൻ എന്താ ഉദ്ദേശിച്ചത്? ശേഖരൻ എന്താ കഷ്ടപ്പെട്ടത് പറയേ ശേഖരേട്ടാ. ഞാൻ ശേഖരനോടാ ചോദിക്കുന്നത്, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ശേഖരൻ എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊട്ട് മറയ്ക്കാൻ? എനിക്കൊന്നും മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ല കേട്ടോ. അതെ, ഇവള് പ്രസവിക്കില്ല, അതുകൊണ്ട് ഇവക്കൊരിക്കലും അമ്മയാവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മരുമോളെ, നീ പറഞ്ഞല്ലോ അനാഥാലയത്തിൽ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന കാര്യം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ പേരക്കുട്ടി വല്ലവരുടെയും കുട്ടികളാവാൻ പാടില്ല. അത് എൻ്റെ പേരക്കുട്ടി എന്ന് പറയണത് അനാഥാലയത്തിൽ നിന്നല്ല, എൻ്റെ മോൻ്റെ ചോരയിൽ നിന്ന് പിറന്ന കുട്ടി തന്നെ എനിക്ക് വേണം. മനസ്സിലായോ? ഇനി കമലേടത്തിന് ശേഖരന് വേണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിയമപരമായിട്ട് കമലേടത്തേക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് വേണം പാവത്തിനെ ഒഴിവാക്കാൻ. അതൊക്കെ എന്തുട്ടാ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ, നീ അതിലിടപെടണ്ട എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മഹാദേവൻ, കമലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ നീ ആരാ? കമലയുടെ വക്കീലോ? എൻ്റെ ഏട്ടത്തിയുടെ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കാൻ ഞാൻ ചിലപ്പോൾ ഏട്ടത്തിയുടെ വക്കീലായിന്ന് വരും. എന്നാൽ വക്കീൽ ഒരു കാര്യം കൂടി കേട്ടോ, അതുകൂടി ഞാനങ്ങ് പറഞ്ഞേക്കാം. കമലയുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ മഹാദേവൻ, ഈ ചാരങ്ങാട്ട് മഹാദേവനെ തീരുമാനിക്കും, നടപ്പാക്കും. ക്ഷമിക്കണം അച്ഛാ, അത് അച്ഛൻ മാത്രം നടപ്പാക്കിയാൽ പോരാ, ഈ നാട്ടിൽ ഒരു നിയമമുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ, എന്നാലേ പ്രൊഫസറിന് മോള് ഒരു കാര്യം കൂടി അങ്ങോട്ടേക്ക് കേട്ടോട്ടോ. നീ ഈ ചാരങ്ങാട്ട് മഹാദേവനെ നിയമം പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ, അതുകൊണ്ട് അതിനുള്ള ശിക്ഷ നിനക്കല്ലോ. നീ വക്കാലത്തേറ്റെടുത്തിട്ടില്ലേ ഈ പറയുന്ന കമലയ്ക്ക്, അവക്കായിപ്പം ഞാൻ കൊടുക്കാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ശിക്ഷ എന്തൊട്ടാണെന്ന് നിനക്കറിയോ ഗൗരിയെ? എന്നാൽ കേട്ടോ കമല, ഈ നിമിഷം ഇപ്പം തന്നെ ഈ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ഈ ചാരങ്ങാട്ട് കുടുംബത്തിൽ നിന്ന് ഈ നിമിഷം ഇറങ്ങണം എന്ന് പറഞ്ഞു. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെ ആയിപ്പോയി കേട്ടോ. അപ്പോഴേക്കും ശേഖരന് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് എന്താ അവിടെ എന്ന് ചോദിച്ച് കുട്ടി ശങ്കരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരണത്. ഗൗരി, എന്താ അവിടെ, എന്തിട്ടാ ഇവിടെ സംഭവം എന്ന് ചോദിച്ചു. മോനെ കുട്ടിശങ്കര, എന്താ സംഭവം എന്ന് അവളോട് ചോദിക്കണ്ട കേട്ടോ, എന്താന്ന് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞുതരാം. എൻ്റെ ഭാര്യയുടെ നന്മമര കളി കാരണം കമലയ്ക്ക് ഈ വീട് തന്നെ നഷ്ടപ്പെട്ടു. ഇനി അവൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. അവളെ ഈ വീടിൻ്റെ പടി ഇറങ്ങാൻ പോവാ, മനസ്സിലായോ? അപ്പോൾ കമലയെ ആകെ വെപ്രാളം പിടിക്കാൻ തുടങ്ങി. ഗൗരിക്കും അബദ്ധമായി, ഇനി എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കമലെടുത്തിയ ഒരാളും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അയ്യോ എടാ കുട്ടിശങ്കര, നീയേ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഗൗരി, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. ശങ്കർ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞു ഗൗരി. നീ ഒന്നും പറയണ്ട. അല്ല, കമലെടുത്ത് ഇറക്കി വിടാൻ ഞാൻ സമ്മതിക്കില്ല ശങ്കർ. നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ ഗൗരിയുടെ കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. ശങ്കർ, പ്ലീസ് ശങ്കർ, ഞാനൊന്ന് പറയട്ടെ, നിൽക്ക് ശങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ കേട്ടില്ല. ശങ്കർ നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ വേഗം തന്നെ മഹാദേവൻ കമലയോട് പറയാണ്, നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വേഗം ഇവിടെ നിന്ന് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ കമല ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. ഇനി ഈ ചാരങ്ങാട്ട് വീട്ടിൽ കമലേ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല കേട്ടോ, വേഗം തന്നെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ കമല ഒന്നും മിണ്ടിയില്ല. എന്ത് മിണ്ടാനാണ്? അപ്പോൾ ശേഖരനാണ് ചിരിച്ചോണ്ട് വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. വേറെ പെണ്ണ് കെട്ടാം എന്ന് കേട്ടപ്പോൾ തന്നെ ശേഖരൻ്റെ മനസ്സ് ആകെ ആടി ഒലഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. കമല നേരെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഗൗരിയും കൂട്ടിക്കൊണ്ട് ശങ്കർ അങ്ങോട്ടേക്ക് ചെന്നിരിക്കുകയാണ്. എൻ്റെ പൊന്ന് ഗൗരിയെ, ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോട്ടോ. കമലയിടത്തേക്കെതിരെ നടക്കുന്ന ഈ അനീതി കണ്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല ശങ്കർ.
കമലേടത്തിയുടെ കാര്യത്തിൽ എന്തുട്ടാ വേണ്ടതെന്ന് നമ്മുടെ അച്ഛനും അമ്മയും കൂടി തീരുമാനിച്ചോളും. നീ ആരാ കമലേടത്തിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ? അതിൽ നീ ഇടപെടുന്ന എന്തിനാ? എന്നിട്ട് അച്ഛൻ എന്താ തീരുമാനിച്ചത്? ശങ്കർ കേട്ടതല്ലേ? വെറും കയ്യോടെയാ കമലേടത്തി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ പോണത്. കമലേടത്തിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കൊടുത്തോളും. അതിൽ നീ എന്തിനാ കയറി ഇടപെടുന്നത്? ശങ്കർ, ഒരേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവരൊക്കെ ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ കമലേടത്തി ഈ കുടുംബത്തോട് ഇവരോട് എന്ത് തെറ്റാ ചെയ്തത്? ചാരങ്ങാട്ട് കുടുംബത്തിൽ ഒരു തലമുറ ഉണ്ടാവണം, അച്ഛനും അമ്മയ്ക്കും ഒരു പേരക്കുട്ടി ഉണ്ടാവണം. അങ്ങനെയൊക്കെ വിചാരിക്കുന്നതേ അത് വലിയൊരു തെറ്റാണോ ഗൗരി? കമലേടത്തി ആ അവസ്ഥയിലാവാനായിട്ട് ആരാ കാരണക്കാര്? പറ ശങ്കർ. എൻ്റെ ഗൗരിയെ, കഴിഞ്ഞത് കഴിഞ്ഞുട്ടോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതെ, ഇനി ഒരിക്കലും കമലേടത്തിക്ക് ഒരു അമ്മയാവാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ശരി, ഇനി കമലേടത്തിക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല, അത് സമ്മതിച്ചോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ശങ്കറിനോട് ചോദിച്ചോട്ടെ? ചോദിക്ക്, നിന്റെ സംശയം എന്തുട്ടാ? കമലേടത്തിയുടെ ഇതേ അവസ്ഥ നമ്മുടെ ശേഖരനായിരുന്നെങ്കിലോ? പറയാം. നീ എന്തായി പറയണത്? കമലേടത്തിയുടെ ഇതേ അവസ്ഥ ശേഖരനായിരുന്നെങ്കിലെന്നോ? അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതെ, കമലേടത്തിക്ക് ഒരിക്കലും ഒരമ്മയാവാൻ കഴിയില്ല. അതാണല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നം. അതേ അവസ്ഥ ശേഖരനായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു പേരക്കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ കമലേടത്തിയെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കായിരുന്നോ എന്ന് ചോദിച്ചു. പെട്ടു. അതെ, ഈ ശേഖരേട്ടൻ സന്തോഷത്തോടെ കമലേടത്തിയുടെ വിവാഹത്തിന് സമ്മതിക്കായിരുന്നോ? അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? നീ എന്തൊക്കെ വിളിച്ച് പറയണ ഗൗരി? ചാരങ്ങാട്ട് കുടുംബത്തിനാണ് ഒരു പേരക്കുട്ടിയെ വേണ്ടത്. ശങ്കർ, ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കമലേടത്തി മറ്റൊരു വിവാഹം കഴിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ശങ്കർ എന്നോട് ചോദിച്ചില്ലേ അതെങ്ങനെ സമ്മതിക്കാൻ പറ്റുമെന്ന്? ഈ ചോദ്യം എന്നോട് ചോദിച്ച ശങ്കർ എന്തുകൊണ്ട് ശേഖരേട്ടൻ്റെ പുനർവിവാഹത്തിന് മൗനാനുവാദം നൽകുന്നത്? പറയേ. ആണിനും പെണ്ണിനും രണ്ട് നിയമമല്ല ശങ്കർ, രണ്ടു പേർക്കും ഒരേ നിയമവും നീതിയാണ് വേണ്ടത്. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേഗം ഫോൺ എടുത്തു. എൻ്റെ പൊന്നു ഗൗരിയെ, നീ എന്താ ചെയ്യാൻ പോണത്? അത് പറ. അഡ്വക്കേറ്റ് ഹർഷനെ വിളിക്കണം. ആ ഈച്ചർ വളർക്കുന്ന വാഷൗട്ട് ടീമിനെയോ? എന്തിന്? ഇപ്പം ആ വക്കീലിനെ വിളിക്കേണ്ട ആവശ്യം എന്തുട്ടാ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിൽക്കുകയാണ് ഗൗരി. ഞാൻ പച്ച മലയാളത്തിലാണ് നിന്നോട് ചോദിച്ചത്, അത് നീ കേട്ടില്ലേ? എന്താ നീ അവിടെ ചെയ്യാൻ പോണതെന്നാണ് ചോദിച്ചത്. ഈ വീട്ടിലുള്ളവരുടെ മുഴുവൻ ആട്ടും തുപ്പും കേട്ട് ഭയന്ന് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദമാകാൻ പോകുന്നു ശങ്കർ, അത് തന്നെ എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ ഹർഷൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല ശങ്കർ മിണ്ടാതെ അവിടെ ഇരുന്നു കേട്ടോ. ആകെ പെട്ടുപോയി ശങ്കർ. ചോദ്യത്തിന് മുന്നിൽ പതറിയും പോയി. ഹർഷനെ വിളിച്ച് വിശദമായ കാര്യങ്ങൾ തന്നെ ഗൗരി എല്ലാം തന്നെ പറയുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വേണിയും നമ്മുടെ നന്ദിനി അമ്മയും മുത്തശ്ശിയും പിന്നെ ശ്യാം സാറും അതുപോലെ തന്നെ ആരതിയും എല്ലാവരും ഉണ്ട്. അപ്പം മുത്തശ്ശി ശ്യാമിനോട് പറയണം, ശ്യാമേ ദേ വേണി മോള് ഗർഭകാലത്ത് കഴിക്കേണ്ട കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട്, അത് വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു. അത് ശരി, എന്താ വേണ്ടെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞാൽ മതി, അതൊക്കെ വാങ്ങാം എന്ന്. ആരതി, നീ ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശി പറയുന്ന മരുന്നുകൾ നീ ഒന്ന് എഴുതിയെടുക്കുക. ശരി എന്ന് പറഞ്ഞു വേഗം ബുക്ക് എടുത്ത് ആരതി ഇങ്ങനെ എഴുതിയെടുക്കുകയാണ് കേട്ടോ, ഓരോന്നോരോന്നായിട്ട്. താളിയും കുറുന്തൊട്ടിയും വാങ്ങണം, എഴുതിക്കോ മോളെ എന്ന് പറഞ്ഞു. അപ്പം താളി കുറുന്തൊട്ടി എന്നൊക്കെ ആരതി എഴുതി. നന്ദിനി, പിന്നെ പാൽ കഷായം വെച്ച് എല്ലാ ആഴ്ചയും വേണിമോക്ക് കൊടുക്കണം കേട്ടോ. അല്ല മുത്തശ്ശി, പാൽ കഷായം എന്ന് പറയണതേ അതിന് ഭയങ്കര കയ്പായിരിക്കില്ലേ മുത്തശ്ശി? നീ പേടിക്കണ്ട, അത് ശർക്കര ചേർക്കുന്നത് കൊണ്ടാ മധുരം ഉണ്ടാവും മോളെ എന്ന് പറഞ്ഞു. ഓ, ശർക്കര ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ദേ കയ്പാണെങ്കിൽ ഞാൻ കഴിക്കൂല കേട്ടോ എന്ന് പറഞ്ഞു. വിഷമിക്കണ്ട. പിന്നെന്താ അമ്മേ വേണ്ടത്? കുറുന്തൊട്ടിയും പുഷ്പകമൂലവും നാൽപ്പാമരവും വാങ്ങണം. പിന്നെ അത് കൊടുക്കുന്നതിനും ഒരു കണക്കൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. പിന്നെ നല്ലെണ്ണ വാങ്ങണം, എല്ലാ ദിവസവും നല്ലെണ്ണ തേച്ച് വേണം കുളിക്കാനായിട്ട്. പിന്നെ അത് പോരാ, കുറുന്തൊട്ടിയും നറുനീണ്ടിയും മഞ്ഞളും മരമഞ്ഞളും ഇട്ട തൈലം കാച്ചി ദേഹത്ത് തേച്ച് വേണം കുളിക്കാനായിട്ട്. അല്ല മുത്തശ്ശിയെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഈ നറുനീണ്ടി എന്ന് പറയുന്നത് സർബത്ത് ഉണ്ടാക്കാനല്ലേ മുത്തശ്ശിയെ? അപ്പോൾ ഇവരെല്ലാവരുടെ ചിരിക്കുക കേട്ടോ. അല്ല, ഇപ്പം നമ്മൾ എന്തിട്ടാണ് അങ്ങനെ കുളിക്കണത്? ഓരോ മാസവും കുഞ്ഞിൻ്റെ ഓരോ അവയവം വളരും എന്നാണ് കണക്ക്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. ആ വളർച്ചയ്ക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. വേണിമോളെ, നിനക്ക് നല്ല ശ്രദ്ധ വേണ്ട സമയം ഇത്.
അതുകൊണ്ട് ഇവിടെ മിക്സിയും ഫ്രിഡ്ജും ഒന്നും തൽക്കാലം തൊടാനൊന്നും നിൽക്കണ്ട കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ വയറ്റിലൊരാളുണ്ട്, ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. ദേ ഈ പറഞ്ഞ എന്താണെന്നറിയോ, നിൻ്റെ കരാട്ടയൊന്നും കുറച്ച് നാളത്തേക്ക് വേണ്ടാന്നാണ് പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? ശരി മുത്തശ്ശി എന്ന് പറഞ്ഞു. പ്രസവം കളയാതെ കരാട്ട പ്രാക്ടീസ് ഒന്നും പാടില്ല. ഓക്കെ നന്ദിനി, വേണിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഹാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കൊതിയുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കണം താൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ആദർശ നേരെ ഇറങ്ങി വരികയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ ആദർശ് വന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആദർശിൻ്റെ പണി കൊടുക്കാനിരിക്കുന്ന ആളാണല്ലോ വേണി. ദേ മോളെ, നിനക്ക് എന്ത് കഴിക്കാൻ തോന്നിയാലും നീ എന്നോട് പറയണം, അത് ഞാൻ ഉണ്ടാക്കി തരാട്ടോ. ഓ എന്നിട്ട് പറഞ്ഞാലും നന്ദിനിയമ്മ ഉണ്ടാക്കി തരുമോ? ആ ഉണ്ടാക്കി തരാമെന്നേ. എന്നാലേ പിന്നെ എന്താ മോക്ക് വേണ്ടത്? ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് എല്ലാത്തിനോടും കൊതി ഉണ്ടാവും. കൊതി തോന്നുന്നതെല്ലാം കഴിക്കണം കേട്ടോ. അല്ല വേണിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് അതെ എനിക്ക് നല്ല മീൻ കിട്ടിയാൽ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ കരിമീനായാൽ നന്നല്ലായിരുന്നോ? അത് പൊരിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ, വറുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുകയാണ്. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോ. പിന്നെ ഉണ്ടല്ലോ നന്ദിനിയമ്മേ ഞണ്ട്, പിന്നെ അതെനിക്കിഷ്ടമുള്ള അറിയാമെന്ന് നന്ദിനിയമ്മയ്ക്ക് അറിയാമല്ലോ. പിന്നെ കക്കായിറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സാധനങ്ങൾ, ഈ ഇടിമീൻ ചമ്മന്തി, മാങ്ങ മുളകിട്ടത്, അങ്ങനെ പിന്നെ വരാൽ കറി കേട്ടോ മുളകിട്ടത്. ഓ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ പോർക്ക്, അങ്ങനെയെല്ലാം ഒരു നീണ്ട ലിസ്റ്റ് തന്നെ വേണി ഇങ്ങനെ നിരത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും ചിരിച്ചിരിച്ച് പണിയായി കേട്ടോ, ആകെ പെട്ടു. അപ്പോൾ എല്ലാവരും വേണിയുടെ കൊതി കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുകയാണ് വേണി പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ നീ ഈ സമയം തന്നെ മുതലെടുക്കുകയാണല്ലേ വേണി എന്നിങ്ങനെ ആദർശ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നു. മത്താപ്പേ പണിയൊന്നും ആയിട്ടില്ല, പണി ഞാൻ തുടങ്ങാൻ പോണതേ ഉള്ളൂ എന്ന് വേണിയും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം ആദർശിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ആദർശ് വേഗം തന്നെ ആ മെസ്സേജ് ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. ഹായ് ആദർശേട്ടാ, അതെ ആദർശേട്ടന് ഞാനൊരു സർപ്രൈസ് തരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ നോക്കുകയാണ്, എന്തായിരിക്കും സർപ്രൈസ് എന്ന് ഒന്ന് ഗസ് ചെയ്തേ പറ ആദർശേട്ടാ. എന്താ മിണ്ടാത്തെ? പിന്നെ നമ്മുടെ ബാങ്കിലെ പ്യൂണില്ലേ അദ്ദേഹം എനിക്ക് ആദർശേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദർശേട്ടന് ഒരു ഉഗ്രൻ ഗിഫ്റ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് രഞ്ജു ഇങ്ങനെ പറയുകയാണ്. മനുഷ്യ നിങ്ങൾക്ക് എന്താ അവിടെ ഒരു ചുറ്റിക്കളി എന്ന് വേണി ഇങ്ങനെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വെപ്രാളം പിടിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ അവിടെ എന്തിട്ടാ ചെയ്യണത്, ദേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ആദർശ് വേണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടേക്ക് ചെന്നു, വേണിമോളെ മോള് പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരാട്ടോ. അയ്യോ നന്ദിനിയമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് വേണ്ട കേട്ടോ, അത് ഓരോ ദിവസം ഓരോന്നായാലും മതി കേട്ടോ, അല്ലെങ്കിലുണ്ടല്ലോ ഒക്കെ എല്ലാം കൂടെ കഴിച്ച് ഞാൻ അങ്ങ് മടുത്തു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഹാരതി ഇങ്ങനെ നോക്കി നിന്നിട്ട് വേണിച്ചേച്ചി പറഞ്ഞ ലിസ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ തന്നെ നടത്താം എന്ന് പറഞ്ഞ് ഹാരതി. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചിരിക്കട്ടോ. അതെ എന്താണെന്നറിയില്ല, എനിക്കെല്ലാം ഇഷ്ടമാണ്, നീ അവളെ കളിയാക്കൊന്നും വേണ്ട, ഗർഭിണികൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും കേട്ടോ എന്ന് മുത്തശ്ശി ഉടനെ പറയുക. അപ്പം അങ്ങനെ ആദർശ് നോക്കി എന്നിട്ട് എന്തോ പരുങ്ങാണ് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. അപ്പം നമ്മുടെ എന്താ പറയുക, വേണിക്ക് മനസ്സിലായി രഞ്ജു ഇവിടെ എത്താറായിട്ടുണ്ടാവും, അതായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, രഞ്ജു ഇങ്ങോട്ടേക്ക് വന്നാൽ ആകെ തവിട് പൊടിയാവും, എന്ത് ചെയ്യും, ആകെ ധർമ്മസങ്കടത്തിലായി ആള്. ശ്യാമേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ വാങ്ങണം. ശരിയമ്മേ വൈകുന്നേരം വാങ്ങാം എന്ന് പറഞ്ഞു. വൈകിട്ടാക്കണ്ട, ഞാൻ ഇപ്പം തന്നെ വാങ്ങിയിട്ട് വരാം എന്ന് ഉടനെ ആദർശ്. അപ്പോൾ എല്ലാവർക്കും ചിരി വന്നു കേട്ടോ, ഭാര്യയോടുള്ള ശ്രദ്ധ അല്ലെങ്കിൽ ഭാര്യയോടുള്ള കെയറിങ് എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ വേഗം ചെന്നിട്ട് ആരതിമോളെ ലിസ്റ്റിങ് ഇതാ. അപ്പോൾ ആ ലിസ്റ്റ് കീറി കൊടുത്തു. അപ്പം ഞാനിത് വാങ്ങിയിട്ട് വരാം കേട്ടോ. നിങ്ങളിപ്പോൾ എന്തിനാ പുറത്തേക്ക് പോണത് എന്ന് ചോദിച്ചു വേണി. ഈ സാധനങ്ങൾ വാങ്ങാൻ, അല്ലാതെ എന്തിനാ? അല്ല അത് പിന്നെ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങി ഞാൻ പെട്ടെന്ന് വരാന്നേ എന്ന് പറഞ്ഞ് ആദർശ് പതുക്കെ അവിടുന്ന് സ്കൂട്ടായി. ആദർശേട്ടാ എന്ന് വിളിച്ച് വേണി. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിലായി, ഭാര്യയോടുള്ള ശ്രദ്ധയാണല്ലോ എന്നോർത്ത്.
ആ ഫോൺ വിളി വന്നതിന് ശേഷം മത്താപ്പ് ആകെ വെപ്രാളത്തിലാണല്ലോ. ഇനിയിപ്പം അവളായിരിക്കും വിളിച്ചത്. എന്നാലേ എന്നാൽ പിന്നെ ഇവിടെ പൂരമായിരിക്കും കേട്ടോ, അസല് പൂരം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് വേണി ഇങ്ങനെ നിൽക്കണം. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ കമല പോകാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തു. അപ്പോൾ രാധാമണി തങ്കച്ചി നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. വേഗം പാവം കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. പൂവും കണ്ണീർ ഒളിപ്പിച്ചതൊക്കെ മതിയടി, സമയം കളയാതെ വേഗം ഇറങ്ങാൻ നോക്ക്. നിൻ്റേതായ ഒരു സാധനങ്ങളും ഈ വീട്ടിൽ മറന്നു വച്ചേക്കരുത്. അതെടുക്കാനായിട്ട് പിന്നീട് ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ. ഇല്ല, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടമ്മേ എന്ന് പറഞ്ഞു. പിന്നെ ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും ഞാൻ കൂടെ കൊണ്ടുപോവുക. അത് ഞാൻ ഇവിടെ മറന്നു വെച്ചിട്ട് പോവില്ല. കമലേ, ഞാനൊരു കാര്യം പറയട്ടെ, ആ ഗൗരിയുടെ കൂടരുതെന്ന് നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു. എന്താ നീ അത് പക്ഷെ കേട്ടതേ ഇല്ല. എന്നിട്ടിപ്പോൾ എന്തായി? അവൾ ഒറ്റ ഒരുത്തി കാരണമല്ലേ നിനക്കിപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത്. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചിരുന്നെങ്കിലോ? പറയാ, നീ വെറും പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേങ്കിൽ ശേഖരൻ്റെ കല്യാണത്തിന് മുൻപ് നിനക്ക് എന്തെങ്കിലും തന്ന് പറഞ്ഞയക്കാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. അതും ആ ഗൗരി വന്ന് ഇടയ്ക്ക് കയറി എല്ലാം നശിപ്പിച്ചു. എന്ത് ചെയ്യുമെന്ന് പറ. ഇപ്പം എന്തായി? വെറും കൈയോടെ ഈ വീട്ടിൽ നിന്ന് നിനക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ? ഇതിനൊക്കെ കാരണക്കാരി ആ ഗൗരി ഒറ്റ ഒരുത്തിയാ, അല്ലാതെന്താ? അവളാണ് നിൻ്റെ ജീവിതം മുഴുവൻ തൊലച്ചു കളഞ്ഞത്. അതെ, അവൾ നിൻ്റെ രക്ഷകയാണെന്നാണല്ലോ നീ കരുതി വച്ചിരിക്കുന്നത്. എങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന് അവളെ രക്ഷിക്കട്ടെ. എന്താ, അവളെ കൊണ്ട് അതിന് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒരിക്കലും കഴിയില്ല. ദേ, ചുരുക്കി പറഞ്ഞാൽ നിന്നെ വഴിയാധാരമാക്കിയിട്ട് അവൾക്ക് സമാധാനവും ആശ്വാസവും ഒക്കെ ആയി കാണും. കഷ്ടം തന്നെ എന്ന് പറഞ്ഞ് രാധാമണി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പം രാധാമണി ഒരു പുച്ഛിച്ച ചിരിയും കൂടെ ചിരിച്ചു. കമല വീണ്ടും അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞു. അവസാനം കമല ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേനും മുത്തശ്ശിക്ക് സഹിച്ചില്ല. മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കമലേനെ. ആ മുത്തശ്ശി ഇങ്ങനെ മണി അടിച്ചു. അപ്പം നേരെ വന്നിട്ട്, അച്ഛാ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞു. അമ്മേ ശരി, നീ നമ്മുടെ വണ്ടി പോയിക്കോ എന്ന് പറഞ്ഞു. ഉടനെ രാധാമണി, വെറുതെ എന്തിനാ ടാക്സി വിളിച്ച് കാശ് കളയുന്നത്? വേണ്ടമ്മേ എന്ന് പറഞ്ഞു കമല. ഞാൻ അങ്ങനെ അല്ലാതെ പോയിക്കോളാം. ഓ എൻ്റെ പൊന്നോ, ആയിക്കോട്ടെ, ചാരങ്ങാട്ടുകാരുടെ ഔദാര്യമൊന്നും വേണ്ടാന്ന് കേട്ടില്ലേ മഹാദേവേട്ട എന്നുള്ള മട്ടിൽ. നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു രാധാമണി. അതെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലമ്മേ, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ ശേഖരനോട്, ശേഖരേട്ടാ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് ശേഖരന് മുഖത്ത് നോക്കി ഒരു കണ്ണീര്. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ ഒരു ഭാര്യയുടേത്. എൻ്റെ പൊന്നു കമലേ, നിനക്കൊന്ന് വേഗം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? വെറുതെ ആവശ്യമില്ലാത്ത സെൻറ്റി നാടകം കളിച്ച് നാടകം അടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. വേഗം പോവാൻ നോക്ക്, പോക്കോ, വേഗം സ്ഥലക്കാരിയാക്കണി എന്ന് പറഞ്ഞു. അവളുടെ ഒരു പൂവും കണ്ണീര് എന്നൊക്കെ പറഞ്ഞ് ശേഖരനൊരു മാതിരി അപമാനിച്ചിറക്കി വിടാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.